സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഗിനിങ് ടു അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന രീതിയിലുള്ള സീരീസിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു സീരീസിൽ നമ്മൾ എങ്ങനെ ഒരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാകുക. ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞ ഒരു ബ്രോക്കറിലാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാകുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഹായ് ഗൈസ്, മൈ നെയിം ഈസ് അഷ്റഫ്. ഒരു ബ്രോക്കറെ എങ്ങനെ ചൂസ് ചെയ്യാം? ഒരു ബ്രോക്കറിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കർ ആണോ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് തിങ് നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഗ്ലിച്ചസും കാര്യങ്ങളെല്ലാം വരുന്നത് കുറക്കാനുള്ള ചാൻസസുകൾ ഉണ്ട്. ഓക്കെ, എന്താണ് ഗ്ലിച്ചസ് കൊണ്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ ആൻഡ് സെൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ബ്രോക്കറുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ സെർവറും കാര്യങ്ങളും കുറച്ചും കൂടി നീറ്റ് ആണുള്ള പ്രോബിലിറ്റീസ് ഉണ്ട്. തേർഡ് തിങ് നമ്മൾ നോക്കുന്നുണ്ടാകുക ആ ഒരു ബ്രോക്കിംഗ് ഫീസിനെ കുറിച്ചിട്ടാണ്, ആ ഒരു ബ്രോക്കറേജ് ഫീസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഏഞ്ചൽ വണ്ണിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഡീസെന്റ് ആയിട്ട് ഒരു 20 per order എന്നുള്ള രീതിയിലായിരിക്കും. അതേപോലെ തന്നെ ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് ആയിട്ട് ഒരു 300 rupees കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഒരു ബ്രോക്കറിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അതിന്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ജേണിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ആയിട്ട് ഇതേപോലെ തന്നെ ഒരു ബ്രോക്കിംഗ് ഫേം എന്നായിരുന്നു. ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കരിയറും അതേപോലെ തന്നെ ഈ ഒരു ട്രേഡിംഗ് ജേണിയിലെല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്ട് ഫസ്റ്റ് ആ ഒരു ബ്രോക്കിംഗ് ഫേം എന്നുള്ള രീതിയിലേക്ക് പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 കമ്പനീസ് ഉണ്ടായി. ഞാൻ പേരും കാര്യങ്ങളും പറയുന്നില്ല. ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളും ഒരു 2 years പ്ലസ് ഞാൻ അവിടെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ എൻ്റെ ആ ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, നമുക്ക് ഇതിന്റെ സ്റ്റോറീസും കാര്യങ്ങളും ഞാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം പറയുന്നുണ്ടാവും. നെക്സ്റ്റ് തിങ് ഒരു ബ്രോക്കർ അക്കൗണ്ടിന്റെ കാര്യം തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ കാർഡ് ആണ്. പാൻ കാർഡ് വേണ്ടതായിട്ടുണ്ട്. ആധാർ കാർഡ് വേണം. ബാങ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻ ട്രേഡെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു 6 month സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. നമുക്ക് അതിന് ശേഷം സൈനും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോയിട്ട് ഒരു അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ കൊടുത്തുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലേക്കോ iOS ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്കോ ഉള്ളൊരു ആക്സസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അവിടെ പോവുക, നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആയതിനു ശേഷം ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ അതിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയാസിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗെറ്റ് OTP എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, OTP കാര്യങ്ങളെല്ലാം കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫുൾ നെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അവിടെ ഫുൾ നെയിം കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു മെയിൽ ID ചോദിക്കുന്നുണ്ട്. ആ ഒരു മെയിൽ ID ഇവിടെ കൊടുക്കാം. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. OTPക്ക് ശേഷം ഇവിടെ പാൻ കാർഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാൻ കാർഡിന് ശേഷം അതിന് കണ്ടിന്യൂ കൊടുക്കാം. ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടാവും, അത് നിങ്ങളൊന്ന് കൺഫേം കൊടുക്കാം. അതിന് ശേഷം KYC വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. പ്രൊസീഡ് ടു ഡിജി ലോക്കർ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാം. നമ്മുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ആധാർ രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നുണ്ട്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു ആധാർ കാർഡിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു ടിക്ക് ഇടാനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അലോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് സെൽഫീസും കാര്യങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞൊരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം സെൽഫി എടുത്ത് വെരിഫിക്കേഷൻസും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോട്ടോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആക്റ്റീവ് FNO ഫോർ ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് FNO ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊസീഡ് കൊടുക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആക്ടിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊസീഡ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ ഒരു OTP വരുന്നുണ്ടാവും. ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വെരിഫൈ OTP കൊടുക്കാം. അതിനുശേഷം ആ ഒരു ലിങ്ക് എന്നുള്ള ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ലിങ്ക് ചെയ്യുന്നതാണ്. ഒരു OTP വരുന്നുണ്ടാവും. നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നമ്പറിലേക്ക് ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് OTPs ഇങ്ങനെ കൊടുക്കാനുണ്ടാവും.
എല്ലാം നിങ്ങളുടെ ആ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പറിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾ മെയിൻലി യൂസ് ചെയ്യുന്ന ആ ഒരു നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവിടെ FNO ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. പ്രീവിയസ് 6 മന്തിൻ്റെ ആ ഒരു ഏരിയയിൽ സെലക്ട് ചെയ്യുക. അതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാലറി സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ITR അക്നോളജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ഫോം 60 കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ലേറ്റസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഏരിയാസിലേക്ക് പോയിട്ട് നമ്മൾ ഒരു അപ്ലോഡും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ഓഫീസിലേക്ക് പോയിട്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡു ഇറ്റ് ലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡു ഇറ്റ് ലേറ്റർ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ചൂസ് ബേസിക് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കണ്ടിന്യൂ വിത്ത് ബേസിക് പ്ലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടാവും. അതെല്ലാം നിങ്ങൾ കൊടുത്തു പോവാം. നിങ്ങളുടെ എന്താണോ ഉള്ളത് അത് ബേസ് ചെയ്ത് കൊടുത്തു പോവാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന ഉമ്മയുടെ ആ ഒരു IDസും കാര്യങ്ങളും ബേസ് ചെയ്തിട്ടാണ്. അതിനുശേഷം നമുക്ക് ആഡ് നോമിനി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ആഡ് നോമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് നോമിനി ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നോമിനി നെയിം ഇപ്പോൾ ഞാൻ അവിടെ മകനാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ പേരും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നോമിനി ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നോമിനി ആഡ് ചെയ്യണം. ഓക്കെ, ഞാനിത് തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓൾമോസ്റ്റ് നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും, അതേപോലെ നമ്മുടെ സൈനും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിനുശേഷം പ്രൊസീഡ് ടു ഈസൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആ ഒരു ആധാറും പാനും ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും മാച്ചപ്പ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒന്നും കൂടി ആധാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാനുണ്ട്. ഞാൻ ആധാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആ ഒരു ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം കൺഫേം ആയതിനു ശേഷം നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ക്ലയൻറ്റ് ID യും അതേപോലെ ലോഗിൻ ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണ്, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ സക്സസ് ആയതിനു ശേഷം നമുക്ക് മെയിലും കാര്യങ്ങളും ക്ലയൻറ്റ് കോഡും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനെല്ലാം പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ അക്കൗണ്ടിലേക്ക് പോയിട്ട് ഫണ്ട് ആഡ് ചെയ്യാം, എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, എങ്ങനെ ബൈ ചെയ്യാം, സെല് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ഈ ഒരു ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്ത് വെക്കുക, ഈ ഒരു സീരീസ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.